വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. അള്ളാഹു നിശ്ചയിച്ച ചില മരണങ്ങളുണ്ട്. ആ മരണങ്ങൾ നമ്മൾ ഏത് ലോകത്ത് ഏത് സന്തോഷത്തിൻ്റെ നെറുകയിലാണെങ്കിലും ഒരൊറ്റ നിമിഷം കൊണ്ട് ദുഃഖത്തിൻ്റെ കടലായിട്ട് മാറുന്ന നിമിഷങ്ങളായിട്ട് മാറും. മലപ്പുറം ജില്ലയിലെ വേങ്ങര എന്നുള്ളൊരു നൗഫൽ ഹുദവി എന്നൊരു അധ്യാപകൻ എന്ന് പറയാം. അദ്ദേഹം ഇപ്പോൾ 2 മാസം മുൻപാണ്, കഴിഞ്ഞ ജൂലൈയിലാണ് അദ്ദേഹം ജോലി ആവശ്യാർത്ഥം ഖത്തറിൽ പോയത്. അങ്ങനെ ഖത്തറിൽ ടൈപ്പ് റൈറ്റിംഗ് സെൻറ്ററിൽ ജോലിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ സീനത്ത് മൂന്നാമതൊരു ആൺകുഞ്ഞിന് കൂടി ജന്മം നൽകി ഇവരറിഞ്ഞ് ഭയങ്കര ഹാപ്പിയായി. 2 ചെറിയ ആൺകുട്ടികളുണ്ട്. അതോടൊപ്പം മൂന്നാമത്തെ ഒരു കുട്ടിയും ആൺകുഞ്ഞായപ്പോൾ നൗഫൽ ഹുദവി എന്ന അധ്യാപകൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ഹാപ്പി ആയിരുന്നു. അങ്ങനെ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടത് ഈ വെള്ളിയാഴ്ച രാവിലെ വ്യാഴാഴ്ച രാത്രി അദ്ദേഹം ഫുട്ബോൾ കളിയൊക്കെ ഗൾഫിൽ വെച്ചിട്ട് ഫുട്ബോൾ കളിയൊക്കെ കഴിഞ്ഞിട്ട് പൊടുന്നനെ അങ്ങോട്ട് കുഴഞ്ഞു വീണങ്ങോട്ട് മരിച്ചു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ഒരു മൂന്നാമത്തെ കുഞ്ഞിൻ്റെ മുഖം പോലും ഒന്ന് നേരിൽ കാണാൻ കഴിയാതെ തനിക്കൊരു മൂന്നാമത്തെ കുഞ്ഞിനെ സമ്മാനിച്ച ഭാര്യ സീരത്തിൻ്റെ കവിളിലൊരു സ്നേഹ ചുംബനം നൽകാൻ കഴിയാതെ ഒരു പൊന്നാരയുപ്പ, യുവാവായിരുന്നു, 35കാരൻ, ഒരുപാട് വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട അധ്യാപകൻ, കാണുന്നവരുടെ മുന്നിലെല്ലാം പുഞ്ചിരിച്ചല്ലാതെ സംസാരിക്കാത്തൊരു നല്ല സഹൃദയൻ, നല്ലൊരു സംഘാടകൻ, SKSFൻ്റെയും അതുപോലെ ഒരുപാട് സംഘടനകളുമൊക്കെ സാരഥിയായൊരു മനുഷ്യൻ ഒരൊറ്റ നിമിഷം കൊണ്ടും കണ്ട് ഇല്ലാതായി പോകുന്നൊരു വാർത്ത ആ ഭാര്യയ്ക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ആ കുഞ്ഞിൻ്റെ ജന്മത്തിൽ ആ കുഞ്ഞ് വളരുമ്പോൾ ചോദിക്കുന്നൊരു പിതാവിനെ ആ കുഞ്ഞിന് കാണാൻ കഴിയാത്തൊരു സാഹചര്യം. ദുഃഖത്തോടുകൂടിയല്ലാതെ ആ വിവരമറിഞ്ഞ ആ വീട്ടിലേക്കൊരു മനുഷ്യന് വരാൻ കഴിയാത്തൊരു നിമിഷം. അള്ളാഹു ആ ഒരു മരണപ്പെട്ട യുവാവിന് മഗ്ഫിറത്തും മർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഖബറിടം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകട്ടെ. നമ്മുടെ ഈ വീഡിയോ കാണുന്ന എത്ര പേർക്ക് ആ ഒരു മലപ്പുറം വേങ്ങരയിലുള്ള നൗഫൽ ഹുദവി എന്ന 35കാരൻ്റെ കുടുംബത്തെക്കുറിച്ച് അറിയുന്ന ആളുകൾ കമൻറ്റ് ചെയ്യണം. മുമ്പ് ഇവിടെ നാട്ടിലായിരിക്കുന്ന സമയത്ത് ഒരുപാട് 5ഓളം സ്ഥലങ്ങളിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ഒന്ന് ചെമ്മാട് ദാറുൽ ഹുദയിൽ, അതേപോലെ സബീലുൽ ഹിദായ സ്ഥലത്ത്, ചാമക്കാല നെഹ്ജു റഷാദയിൽ, അതേപോലെ ഗ്രേസ് വാലിയിൽ, പിന്നെ ചെറുവണ്ണൂർ അൽ അൻസാർ അക്കാദമിയിൽ, ഇങ്ങനെ 5ഓളം സ്ഥലങ്ങളിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്താണ്. തനിക്ക് 2 ചെറിയ കുട്ടികളുണ്ട്, ഭാര്യ ഗർഭിണിയാണ്, ഒരു നല്ല വീടും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിട്ട് ഈ മനുഷ്യൻ ഖത്തറിലേക്ക് പോയത്. നല്ലൊരു ജോലിയൊക്കെ കിട്ടി, റാഹത്തായിട്ട് കുടുംബം സന്തോഷത്തോടെ വരികയായിരുന്നു. ഭാര്യ, ആ ഗർഭിണിയായ ഭാര്യ അതീവ സന്തോഷത്തോടെയാണ് തൻ്റെ പ്രിയതമനെ ഗൾഫിലേക്ക് പറഞ്ഞയച്ചത്. നിങ്ങൾ വരുമ്പോൾ സന്തോഷം കൊണ്ട് നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകുന്നതും കണ്ട് 3 മക്കളുടെ പിതാവായിട്ട് മാറുന്നതിൻ്റെ ആനന്ദങ്ങൾ പങ്കുവെച്ചു പോയൊരു മനുഷ്യൻ. പക്ഷേ ഭാര്യ അറിയുന്നത്, പ്രസവിച്ചു കഴിഞ്ഞ് തൻ്റെ ഭർത്താവിനോടൊരു സ്ത്രീക്ക് പ്രസവം കഴിഞ്ഞിട്ട് എന്തുമാത്രം വിശേഷങ്ങൾ പങ്കുവെക്കാറുണ്ടായിരുന്നു, പക്ഷെ കേൾക്കാൻ മറുതലക്കലൊരു മനുഷ്യനുണ്ടായില്ല എന്നുള്ളതാണ്. അള്ളാഹു ആ ഒരു സ്ത്രീക്ക് ക്ഷമ കൊടുക്കട്ടെ. നമ്മളൊക്കെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഫാത്തിഹ ഓതിയിട്ട് ആ ഒരു പ്രിയപ്പെട്ട നൗഫൽ ഹുദവിക്ക് വേണ്ടി ദുആ ചെയ്യണം. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യരും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ഒക്കെ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, വളരെ സഹൃദയനായൊരു മനുഷ്യനായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം എല്ലാവരോടും ചിരിച്ചുകൊണ്ടും സന്തോഷത്തോടെയാണ് പൊതുവേ പെരുമാറിയത്. ആർക്കെതിരെയും വളരെ ശബ്ദത്തിൽ ഉച്ചത്തിൽ സംസാരിക്കാത്തൊരു മനുഷ്യൻ. ചില നല്ല മനുഷ്യരെ അള്ളാഹു പെട്ടെന്ന് വിളിക്കുന്നു പറയുന്നത് ശരിയാണെന്ന് തോന്നിപ്പോകും ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ. ഈ ഒരു അറ്റാക്ക് ഇതെന്തുകൊണ്ടാണ്? ഒരു പക്ഷേ ടെൻഷൻ കാരണമാണോ, അല്ലെങ്കിൽ സമയക്രമങ്ങളൊക്കെ തെറ്റിയിട്ടാണോ? ഓരോരുത്തരും ഓരോ കാരണങ്ങളാണ് പൊതുവെ അറ്റാക്കിന് വേണ്ടി പറയാറ്. ഭക്ഷണക്രമം തെറ്റിയിട്ട്, അല്ലെങ്കിൽ ലൈഫിൽ ഒരുപാട് ടെൻഷൻസ് വരുമ്പോൾ, അല്ലെങ്കിൽ ഇതൊന്നും അല്ലാത്ത പാരമ്പര്യമായിട്ട്. പക്ഷെ റബ്ബിൻ്റെ ഒരു വിധി വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറെ ചോയ്സൊന്നുമില്ല. ആ ഖത്തറിൽ നിന്ന് മയ്യത്ത് നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അത് എന്നാണ് എത്താന്ന് എനിക്കറിഞ്ഞു. ഇവിടെ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. 3 ചെറിയ കുട്ടികൾ, അതിലൊരു കുട്ടിക്ക് 1-2 വയസ്സ് പ്രായം ദിവസത്തിൻ്റെ പ്രായം മാത്രം. ബാക്കി 2 ചെറിയ കുട്ടികൾ ഉപ്പാനെ വിളിച്ച് കരയുമ്പോൾ അവരെ ആശ്വസിപ്പിക്കാൻ പോലും കഴിയാതെ വിങ്ങിപ്പൊട്ടുകയാണ് ആ കുടുംബം.
ആ ഭാര്യയുടെ ഒരു മനസ്സിലൂടെ ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഒരു ഗൾഫിൽ നിന്ന് വരുന്നൊരു ആ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നൊരു സമ്മാനവും സന്തോഷവും ആഗ്രഹിക്കാത്ത ഒരു ഭാര്യയും ഉണ്ടാവില്ല. കാരണം ഒരു മലബാറിലുള്ള ഏതൊരു ഗൾഫുകാരനും വരുമ്പോൾ തൻ്റെ ഭാര്യക്കായിട്ട് കരുതി വെക്കുന്ന ചില സമ്മാനങ്ങളുണ്ട്. പക്ഷേ ആ സീനത്തെന്ന ഭാര്യയ്ക്ക് കിട്ടുന്നൊരു സമ്മാനം തൻ്റെ പ്രിയപ്പെട്ട പ്രിയതമൻ്റെ ജീവനറ്റ ശരീരമായിരിക്കുന്നു എന്നുള്ളത് പടച്ച റബ്ബിൻ്റെ വിധി അങ്ങനെയാണ്. നമ്മളെല്ലാവരും ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എത്ര തവണ നമ്മൾ ദുആ ചെയ്താലും മതിയാവില്ല. ഒരുപാട് വിശ്വാസികളുടെ തഹലീലുകളും എന്ന ഖുർആൻ ഖത്തമുകളൊക്കെ കിട്ടിയ യുവാവാണ് ഈ ഒരു നൗഫൽ ഹുദവി എന്ന 35-കാരൻ. അത്തരമൊരു മേഖലയിൽ വർക്ക് ചെയ്തത് കൊണ്ടാണ് അത്രയും ആളുകളുടെ പ്രാർത്ഥനയും തഹലീലൊക്കെ കിട്ടുന്നത്. അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സുഹൃതം എന്ന് പറയുന്നത്. ഒന്നും നമുക്കൊരു പ്രതീക്ഷയില്ല. നമുക്കാകെ ഉറപ്പുള്ളൊരു കാര്യം മരണം എന്നുള്ളതാണ്. ഏതായാലും അള്ളാഹു പൊടുന്നനെയുള്ള മരണത്തിൽ നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ കാത്തു രക്ഷിക്കട്ടെ. കൂട്ടത്തിൽ ഇന്നലെ ഒരു അറബിക് അധ്യാപകരും ഇതുപോലെ അഷറഫ് എന്ന പേരുള്ള കുറ്റ്യാടിയിൽ അദ്ദേഹം മരണപ്പെട്ട വിവരം അറിഞ്ഞു. അദ്ദേഹം ഒരു സ്കൗട്ടിൻ്റെയൊക്കെ ഒരു ലീഡറൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു വാഹനാപകടത്തിൽ പരിക്കേറ്റിട്ട് ചികിത്സയിലായിരുന്നു അദ്ദേഹം. വിധി അത്രയേ ഉള്ളൂ. അതിലൊന്നും പറയാൻ കഴിയില്ല. നാളെ ഞാനോ നിങ്ങളോ ആരുമാവാം. ഇതൊന്നും നമ്മുടെ കയ്യിലല്ല അതിൻ്റെ ഒന്നും കടിഞ്ഞാൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചോദ്യം ചോദിച്ചിരുന്നു ഈ ഖദീജ ബീവിയുടെ മുൻ ഭർത്താവിൻ്റെ പേര്. എല്ലാവരും കൃത്യമായിട്ട് ആൻസർ എഴുതി. ഇനി നമ്മൾ ചോദ്യം പറയുന്നതിന് മുൻപ് ഒരു ചെറിയൊരു സൂഫി കഥ പറയാനുണ്ട്. ഒരു നാട്ടിലെ ഇറാനിലെ ഖുറാസാനിൽ ഒരു കൊടും കൊള്ളക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം കൊള്ളക്കാരെന്നൊരു ക്രൂരനായൊരു മനുഷ്യൻ. ആരൊക്കെ ആ വഴിയിലൂടെ യാത്ര പോകുന്നുണ്ടോ അവിടെയൊക്കെ പതിയിരുന്ന് കൊള്ളയടിച്ച് ആളുകളെ കൊന്ന് ഒരു കൊടും ക്രിമിനൽ, ബോൺ ക്രിമിനൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ ഒരു മനുഷ്യൻ. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലും ആ നാട്ടിലൊരു പെൺകുട്ടിയോട് പ്രണയമുണ്ടായിരുന്നു. അങ്ങനെ ആ പെൺകുട്ടിയെ പ്രണയിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ മുന്നിൽ ഇതൊരു കുറ്റവാളിയാണെന്നുള്ള കൺസെപ്റ്റില്ല. അവളുടെ മുന്നിൽ വരുമ്പോൾ വളരെ ഹൃദയാലുവായൊരു മനുഷ്യനാണ്. അങ്ങനെ ഇയാൾ ചെന്ന് ഈ പെൺകുട്ടിയുടെ പിതാവിനോട് തൻ്റെ പ്രണയം തുറന്നു പറഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് വിവാഹം കഴിപ്പിച്ചു തരണം. അപ്പോൾ ഈ ഒരു കൊടും കുറ്റവാളി അറിയാവുന്ന പിതാവ് പറഞ്ഞു, ഒരിക്കലും സാധ്യമല്ല, നീ ഒരു മനുഷ്യനെ അല്ല. ഈ തൻ്റെ വിവാഹാന്വേഷണം നിരസിച്ച ആ ഒരു വീട്ടുകാരുടെ ദേഷ്യം കൊണ്ട് ഇയാൾ എന്ത് കരുതി, എത്രയും പെട്ടെന്ന് ആ പെണ്ണിനെ റേപ്പ് ചെയ്ത് കൊല്ലണം, ആ വീട് തകർക്കണം എന്നൊക്കെ ഉറച്ചിട്ട് ഇയാൾ ഒരു ദിവസം രാത്രിയിൽ ആ വീട്ടിലേക്ക് വന്നു. ആ വീടിൻ്റെ അടുത്തൊരു ടെൻറ്റ് കെട്ടിയിട്ട് ഒരു കൂട്ടം ആളുകൾ ഖുർആൻ ഓതുന്നത് ഇയാൾ കേട്ടു. അപ്പോൾ ഒരു കൂട്ടം ആത്മാന്വേഷികളാണ്. ഒരു സൂഫിയും കുറച്ച് ശിഷ്യരുമാണ് ആ ടെൻറ്റിലുണ്ടായിരുന്നത്. അവരാ ഖുർആൻ ഓതുന്നത് ഇയാൾ കേട്ട ഭാഗം ഇങ്ങനെയാണ്: ഹേ സത്യവിശ്വാസികളെ, ഇനിയും നിങ്ങളുടെ മനസ്സ് മാറാൻ സമയമായില്ലേ, അള്ളാഹുവിലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങാൻ സമയമായില്ലേ എന്നൊരായത്ത് ഇയാൾ കേട്ടപ്പോൾ എന്തോ ഈ മനുഷ്യൻ്റെ ഉള്ളിലൊരു വല്ലാത്തൊരു ഉടക്ക്. ഞാൻ ഒരുപാട് തെറ്റ് ചെയ്യുന്ന ഒരാളാണല്ലേ, എനിക്കിനിയും ഖേദിച്ചു മടങ്ങാൻ സമയമായില്ലേ. ചില നിമിഷങ്ങളുണ്ട്, ആ നിമിത്തങ്ങൾ എന്ന് പറയും നമ്മളതിന്. ആ ഒരു നിമിഷത്തിൽ ആ ഒരു സ്ത്രീയെ ക്രൂരമായിട്ട് റേപ്പ് ചെയ്ത് കൊല്ലാൻ വേണ്ടി വരുന്ന ആ മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു കൊള്ളിയാൻ മിന്നി. അദ്ദേഹം നേരെ ആ ടെൻറ്റിലേക്ക് ചെന്നു. ആ ടെൻറ്റിലേക്ക് ചെന്നപ്പോൾ അവിടുത്തെ ആളുകൾ സംസാരിക്കുന്നത് കേട്ടു. നമ്മൾ വേഗത്തിൽ ഖുർആൻ ഓതി പൂർത്തിയാക്കുക, നേരം പുലരും മുൻപ് ഇവിടെ നിന്ന് രക്ഷപ്പെടണം, ഇവിടെ ഒരു കൊടും കുറ്റവാളിയുണ്ട്, ഫുദൈൽ എന്നു പേരുള്ളൊരു മനുഷ്യൻ. അപ്പോൾ തന്നെക്കുറിച്ചാണ് ഈ സംസാരിക്കുന്നത് എന്ന് ഈ കൊടും കുറ്റവാളിക്ക് തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിറ്റ് വീണു. ഞാൻ ഇത്ര മോശക്കാരനാണെന്ന് മറ്റുള്ളവരുടെ കണ്ണിലൂടെ അപ്പോഴാണ് ആ മനുഷ്യന് വായിച്ചെടുക്കാൻ കഴിഞ്ഞത്. അദ്ദേഹം നേരെ അങ്ങോട്ട് ചെന്നു, ഇത് ഞാനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വേഗം ഇവിടുന്ന് പോകൂ, ഇവിടെ ഒരു കൊടും കുറ്റവാളി വരാനുണ്ട്, ഞങ്ങൾ രക്ഷപ്പെടാൻ പോവുകയാണ്. ആ മനുഷ്യൻ പറഞ്ഞു, ആ കുറ്റവാളി ഞാൻ തന്നെയാണ്, എന്നെ നിങ്ങൾ സ്വീകരിക്കുമോ, എനിക്ക് പാശ്ചാത്തപിച്ച് മടങ്ങണം. ഒരു സൂഫിയുടെ കാൽക്കൽ വീണു, ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞു. അങ്ങനെ ആ സൂഫി പറഞ്ഞു, ഞങ്ങളിങ്ങനെ പോകുന്നത് ഹജ്ജിലേക്കാണ്, നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ വരാമോ? ആ ഹജ്ജ് യാത്രയുടെ സംഘത്തിൻ്റെ കൂടെ ആ ഒരു കൊള്ളക്കാരനായ മനുഷ്യനും യാത്ര പോയി ഫുദൈൽ. അങ്ങനെ ആ പോകുന്ന വഴിയിൽ മനസാന്തരം വന്ന് ആ മനുഷ്യൻ നല്ലൊരു മനുഷ്യനാവുകയും ആ സൂഫിയുടെ പ്രിയപ്പെട്ട ശിഷ്യനായിട്ട് മാറി. ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു എന്ന മഹാസൂഫി ഗുരുവായിട്ട് മാറി. ഈ ഒരു കൊടും കുറ്റവാളി മഹാസൂഫി ഗുരുവായി മാറി. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ ഗുരുനാഥൻ കൂടിയായിരുന്നു ഈ ഫുദൈൽ ഇബ്നു ഇയാദ്. ഒരൊറ്റ നിമിഷം മതി നമ്മുടെ ജീവിതം മാറി മറിയാനെന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഈ ഒരു സൂഫി കഥ. നമ്മുടെയൊക്കെ ജീവിതം അങ്ങനെയാണ്. ആ നിമിഷം നമ്മൾ നന്നാവുക. ആ നിമിഷം നന്നാവുന്നൊരു നിമിഷം അള്ളാഹു നമ്മളെ സ്വീകരിച്ചാൽ അതിനേക്കാൾ മനോഹരമായ മറ്റെന്ത് ധന്യമായ മുഹൂർത്തമാണ് നമ്മുടെ ലൈഫിലുള്ളത്. ഈ ഒരു സൂഫി കഥ നിങ്ങൾ മുമ്പ് കേട്ടതാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, കേൾക്കാത്തൊരാൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഒരു ചോദ്യം ഹബീബായ നബിയെക്കുറിച്ച് തന്നെയാണ്.
ഹബീബായ നബിയെക്കുറിച്ച് നിങ്ങൾ വായിച്ച ഏറ്റവും മികച്ചെന്ന് തോന്നിയ ഒരു പുസ്തകം ഏതാണ്? ഹബീബായ നബിയുടെ ചരിത്രത്തിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. പഠന സംബന്ധമായി നൂറുൽ യഖീൻ, ഹബീബായ നബിയുടെ ജീവചരിത്രം, സമ്പൂർണ്ണ ചരിത്രം, അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടാവാം. നിങ്ങൾ വായിച്ച ഹബീബായ നബിയുടെ ചരിത്ര പുസ്തകത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചരിത്ര പുസ്തകം ഏതാണ്? ആ ഓദറിൻ്റെ പേരും കൂടി എഴുതണം, രചയിതാവിൻ്റെ പേരും കൂടി എഴുതണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.